BaBu Monz TeChz അപ്പോൾ നമ്മൾ ഇന്ന് realme 9 ഉം realme 9 SE സ്പീഡ് എഡിഷൻ എന്ന് പറയുന്ന ഫോണും രണ്ടും കൂടിയിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പേ പുതിയതായിട്ട് ഈ ചാനൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ രണ്ട് ഫോണിൻ്റെ ബോക്സിൽ കണ്ടൻസ് ഒന്നു തന്നെ ആയതുകൊണ്ട് ഞാൻ ഒറ്റൊരു ഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, realme 9 സ്പീഡ് എഡിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേസാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്വന്തം ഡോക്യുമെൻറ്റ്സ്, പിന്നെ നമ്മുടെ 30 വാട്ട്സിന് ചാർജർ. realme 9-ൽ 18 വാട്ട്സിൻ്റെ ചാർജറാണ് വരുന്നത്, ഇതിൽ 30 വാട്ട്സ്. പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് എൻ്റെ കേബിൾ, പിന്നെ സിം കാർഡ് ടൂൾ. ഇനി ഇതിൻ്റെ ബോഡിയും ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു ഡയഗണൽ ഗ്രേഡിയൻ ഡിസൈനാണ് വരുന്നത്. 9-ഉം 9SEലും ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. പോർട്സ് ആൻഡ് ബട്ടൺസ് പറ്റി പറയുകയാണെങ്കിൽ realme 9-ൽ ലെഫ്റ്റ് സൈഡിൽ വോളിയം അപ്പ് ആൻഡ് ബട്ടണും അതിൻ്റെ മേലെ സിം കാർഡ് ട്രേയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ. realme 9SEലും അതേപോലെ തന്നെയാണുള്ളത്, ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ realme 9-ൽ മേലത്തെ ഭാഗത്ത് ഒന്നുമില്ല, താഴത്തെ ഭാഗത്ത് 3.5mm ജാക്ക്, മൈക്ക്, ടൈപ്പ് സി പോർട്ട്, സ്പീക്കറിലാണ് വരുന്നത്. realme 9SEയിൽ മേലത്തെ ഭാഗത്ത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൂടി കിട്ടുന്നുണ്ട്, താഴത്തെ ഭാഗത്ത് സെയിം തന്നെയാണ്, വേറൊന്നും വ്യത്യാസമില്ല. പിന്നെ രണ്ട് ഫോൺസിനും സിം കാർഡ് ട്രേയിൽ ഡെഡിക്കേറ്റ് മൈക്രോ SD സ്ലോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്ക്രീൻ ഗാർഡും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അത് ഡിസ്പ്ലേ വെച്ചിട്ട് തുടങ്ങാം. realme 9-ൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റിൻ്റെ ഒപ്പം പിന്നെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടിയാണ് വരുന്നത്. realme 9SEയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD തന്നെയാണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റും 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും. പിന്നെ രണ്ട് ഫോണിലും 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് വരുന്നത്. ഈ റിഫ്രഷ് റേറ്റ് 90-120 ഉള്ളതുകൊണ്ട് ബാറ്ററി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവുന്നുണ്ട്. സാധാരണ ഫോൺസിലെല്ലാം എന്ന് വെച്ചാൽ ഈ റിഫ്രഷ് റേറ്റ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, 60, 90, 120 എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഇതിൽ രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, 60 ഇല്ലെങ്കിൽ 144. ഇനി മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ അത്ര അഭിപ്രായമില്ല. എന്താ വെച്ചാൽ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ സ്പീക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ മോണോ സ്പീക്കേഴ്സാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല. ഇപ്പം വരുന്ന പകുതി ഫോണിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരാൻ തുടങ്ങി, ഇതിൽ അതുപോലുമില്ല. പിന്നെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ IPS LCD ഡിസ്പ്ലേ, കളർ സാച്ചുറേഷൻ ഇതെല്ലാം ഭയങ്കര കുറവായിരിക്കും ഒരു AMOLED ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഈ പ്രൈസിൽ ശരിക്കും AMOLED വേണ്ടതാണ്. പിന്നെ realme 9SEയിൽ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ HDR സപ്പോർട്ടാണ്, അതിനെക്കൊണ്ട് HDR കണ്ടന്റ് കാണാൻ പറ്റും. ഇനി പ്രൊസറിനെ പറ്റി പറയുകയാണെങ്കിൽ realme 9SEയിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന് പറയുന്ന പ്രൊസറാണ് വരുന്നത്. മീഡിയടെക്കിൻ്റെ 810 ആണ് realme 9-ൽ വരുന്നത്. SEയിൽ രണ്ട് വേരിയൻസ് ആണ് വരുന്നത്, 6GB 128GB ഇല്ല 8GB 128GB. realme 9-ൽ 4GB 64GB ഇല്ല 6GB 128GB ആണ് വരുന്നത്. രണ്ടിൽ റാം ടൈപ്പ് ഒന്നാണ് LPDDR4X. ROM UFS 2.2 ആണ് SEയിൽ വരുന്നത്, UFS 2.1 ആണ് 9-ൽ വരുന്നത്. realme 9-ൽ ഹൈ സെറ്റിംഗ്സ് വരെ, മീഡിയം ടു ഹൈ സെറ്റിംഗ്സ് വരെ കളിക്കാൻ പറ്റും പബ്ജി സംഭവം. realme 9SEയിൽ ഹൈ ടു അൾട്രാ സെറ്റിംഗ്സ് വരെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും ഗെയിമെല്ലാം. SEൻ്റെ പെർഫോമൻസ് realme 9-ആയിട്ടും കുറച്ചും കൂടി നല്ലതാണ്, ഹെവി ടാസ്കെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ചും സ്മൂത്ത് ആയിരിക്കും. ഇനി ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോൺസിലും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 9-ൽ 18 വാട്ട്സിന് ചാർജിങ്ങും SEയിൽ 30 വാട്ട്സിന് ചാർജിങ്ങും. ഇനി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ realme 9-ൽ 48MP മെയിൻ ക്യാമറ, 2MP പോർട്രേറ്റ്, 2MP മാക്രോ ആണ് വരുന്നത്. അത് തന്നെയാണ് നമ്മുടെ realme 9SEയിലും വരുന്നത്, 48, 2MP, 2MP. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ realme 9 ഫോൺസ് പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിനും കളർ ക്വാളിറ്റി എല്ലാം സാധാരണ തന്നെ. 16MP സെൽഫി ക്യാമറ ആണ് വരുന്നത് മുമ്പിൽ, അതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ realme 9SEയിൽ 4K 30fps വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ realme 9-ൽ 1080p വരെയാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സാധാരണ ഫോണിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സിലും കിട്ടുന്ന ഡുവൽ വീഡിയോ, പോർട്രേറ്റ് അങ്ങനത്തെ എല്ലാം. ഓക്കെ, ഇനി കണക്ടിവിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ realme 9-ൽ Wi-Fi 5 ആണ് വരുന്നത്, realme 9SEയിൽ Wi-Fi 6 ആണ് വരുന്നത്. പിന്നെ realme 9-ലും SEയിലും കൂടിയിട്ട് 5G 5 ബാൻഡാണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.1 ആണ് 9-ൽ വരുന്നത്, ബ്ലൂടൂത്ത് 5.2 ആണ് 9SEയിൽ വരുന്നത്. ഡുവൽ 4G വോൾട്ടിയും Wi-Fi കോളിങ്ങും രണ്ടിലും വരുന്നുണ്ട്. പിന്നെ രണ്ടിലും വൈഡ് 9-ലും GCam സപ്പോർട്ടഡ് ആണ്. പിന്നെ OSനെ പറ്റി പറയുകയാണെങ്കിൽ realme UI 2.0 ആണ് വരുന്നത്, Android 11 ബേസ്ഡും. പിന്നെ കുറേ ബ്ലോട്ട്വെയർ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓവറോൾ ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ FM റേഡിയോ ഇല്ല, IP സർട്ടിഫിക്കേഷൻ ഇല്ല, പിന്നെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഇല്ല, അങ്ങനത്തെ കുറേ സാധനമില്ല. പിന്നെ realme UI 3.0 പോലും ഇല്ല, 2.0 ആണ് വരുന്നത്. പിന്നെ Android 11-ലാണ് ഇത് ഓടുന്നത്, Android 12 പോലും ഇല്ല. ഓലൊക്കെ പോലത്തെ ഫോൺ കുറേ സാധനം ഇല്ല, AMOLED ഇല്ല, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല. പിന്നെ എന്താ പറയുക, ബാറ്ററീൻ്റെ ഇത് എന്താ പറയുക, മറ്റേ റിഫ്രഷ് റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സെറ്റിങ്സ് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഒലക്കത്തെ ഫോൺ. ഞാനെന്താ ഈ രണ്ട് ഫോൺ എടുക്കാൻ പറയൂല, എന്താ വെച്ചാൽ ഇത് പെർഫോമൻസിന് മാത്രമായിട്ടുള്ള ഫോണാണ് ഈ 9SE. 9-നെ പിന്നെ നോക്കുക വേണ്ട, ഒരു ഇതിനും കൊള്ളാത്തൊരു ഫോണാണെന്ന് ഞാൻ പറയുന്നു. 5G ഉണ്ട് മാത്രമേ, 5Gയിൽ 11 ബാൻഡ് അല്ല, ഇപ്പം 10,000-നുള്ള ഫോണിനാണ് കൊടുക്കുന്നുണ്ട്, ഇതിൽ 5 ബാൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഈ ഫോണിനെ ഞാൻ എന്താ റെക്കമെൻഡ് ചെയ്യില്ല. പ്ലാസ്റ്റിക് ബാക്ക്, പിന്നെ എന്താ പറയുക ഡിസൈനും വലിയ ലുക്കൊന്നുമില്ല. ഒരു എന്നാൽ ബാക്കിൽ ഗ്രേഡിയൻറ്റ് പ്ലാസ്റ്റിക് ഡിസൈനാണ്, മെറ്റാലിക്കാണെങ്കിൽ കുറച്ചും കൂടി ഇതുണ്ട്. ഇതിനായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ 2 ദിവസം മുമ്പ് ഇന്നലെ ഇട്ട പോക്കോ M4 Pro അത് ഇതിനായിട്ടും കുറച്ചും കൂടി നല്ലതാണ്. ഇതിനായിട്ട് പ്രൈസും കുറവാണ്. 15,000 ഉള്ളിൽ തന്നെ നല്ല 120 GB 64 GB ആയിട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ എസ്സിക്ക് റേറ്റ് വരുന്നത് 20,000 ഉള്ളിലാണ്. ബാങ്ക് ഓഫറും സംഭവം എല്ലാം കൂട്ടിയിട്ട് അങ്ങനെ എന്താ 20 ഉള്ളിലാണ് വരുന്നത്. 9 വരുന്നത് 15,000 ഉള്ളിലാണ്. പക്ഷേ ഇതിന് വലിയ അങ്ങനെ പറയേണ്ട സംഭവമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഫോൺ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യൂല. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ബാബു മോൻസ് ടെക്സിലേക്ക്. അപ്പോൾ ബൈ ബൈ ഫ്രം ബാബു മോൻസ് ടെക്സ്.